മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കോഴിക്കോട് ചേലിയയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുവെട്ടുകുഴി സ്വദേശിനി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ ഫെബ്രുവരി 2-നായിരുന്നു ആർദ്രയുടെയും ഷാനിന്റെയും വിവാഹം. വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, ഒരു മാസമായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് ആർദ്രയ്ക്ക്? അരുൺ, എന്താണ് ഈ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. പോലീസ് ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ ഇടപെടുകയും മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് പയ്യോളിയിലെ ഭർത്തൃഗൃഹത്തിൽ ഈ പെൺകുട്ടി കുളിമുറിയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് 1 മണിക്കൂറോളം ആയിട്ടും പുറത്തേക്ക് വരുന്നത് കാണാത്ത സാഹചര്യത്തിലാണ് പിന്നീട് ഭർത്താവ് ഷാൻ തന്നെ അവിടെ എത്തി നോക്കുന്നത്. ആ ഘട്ടത്തിൽ തൂക്കി മരിച്ച നിലയിൽ ആണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് മൊഴിയായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് പോലീസ് ഇടപെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരി 2-നാണ് ഇവരുടെ വിവാഹം നടന്നിട്ടുള്ളത്. മാർച്ച് 3-ന് ഷാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയുമായിരുന്നു. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ട് ആർദ്ര ബാലകൃഷ്ണൻ എന്ന 24-കാരിക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു ആർദ്രയും ഷാനും തമ്മിൽ വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ന് മാർച്ച് 1-ാം തീയതി കൃത്യം 27 ദിവസമാകുമ്പോഴേക്കും ഒരു നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ചേലിയയിലാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ ആർദ്രയെ കണ്ടെത്തിയത്. കല്ലുവെട്ടുകുഴി സ്വദേശിനി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്.